ഹലോ. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമായിട്ട് വരുന്നത്. അപ്പോൾ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഈ കണിക്കൊന്ന പൂവിന് അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ കണിക്കൊന്ന മരമുണ്ട് കേട്ടോ. പക്ഷെ നിറച്ചും പൂവുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ പറിക്കാൻ വന്നതുകൊണ്ട് ഗീശേട്ടനും അമ്പും കൂടെ പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലെന്ന് ചോദിച്ച് തോട്ടിയൊക്കെ എടുത്ത് പറിക്കാൻ പോയത് കേട്ടോ. പക്ഷേ ഈ തോട്ടി കൊണ്ട് പറിക്കുമ്പോൾ നമ്മൾ അത് മൊത്തം പൊഴിഞ്ഞ് താഴെ വീഴും, അത് കൊലയോടെ കിട്ടൂല. അപ്പോൾ തോട്ടി അവിടെ വെച്ചിട്ട് അവനെ കൊണ്ട് തന്നെ 2-3 എണ്ണം പറിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. അഥവാ ഇനി ആർക്കെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതെല്ലാം കൊണ്ടുവന്നു കേട്ടോ. നല്ല ഒരു അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് വെച്ചോട്ടെ. ഇപ്പോഴത്തെ ചൂടല്ലേ, അപ്പോൾ മൊത്തം വാടിപ്പോകും എന്തായാലും. അപ്പോൾ വാടാതെ വെള്ളമൊക്കെ തെളിച്ച് ഒരു ഇലയിലാക്കി പൂജാമുറി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ ഈ കണി വെക്കാൻ വേണ്ടി ചക്കയും പിന്നെ കരിക്ക് 2 കൊത്താന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അന്നേരം പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തിട്ട് വന്നിന്. അപ്പോൾ സാധാരണ നമുക്കും ഡ്രസ്സ് എടുക്കാറുണ്ട്, പക്ഷേ ഇന്നിപ്പം പിള്ളേർക്ക് മാത്രമേ കേട്ടോ. അപ്പോൾ ഓരോരോ ടൈം പോലെ ഇരിക്കും. ഇതിപ്പോൾ നമുക്ക് പൈസയുള്ള സമയത്ത് എല്ലാവർക്കും എടുത്തുതരും, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പിള്ളേർക്ക് മാത്രം എടുത്തുതരും കേട്ടോ. പക്ഷേ ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്, എന്നാലും എനിക്ക് ഇനിയും കിട്ടണം തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അച്ഛൻ കരിക്കൊക്കെ പറിച്ചു കേട്ടോ. കരിക്കും വേണമായിരുന്നു, തേങ്ങയും വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ പുറകിലത്തെ അടുക്കളയുടെ പണി ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പുറകു വശത്തേക്ക് പോയപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പം ചെറിയ അടുപ്പിൻ്റെ, പുകയില്ലാത്ത അടുപ്പിൻ്റെ ആ ഒരു തട്ടും കൂടെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്ക 2 പറിച്ചുള്ളൂ. എന്താ വെച്ചാൽ ചക്ക എനിക്കും അച്ഛനും മാത്രമേ പറിച്ചുള്ളൂ. പിന്നെ ഇനിയും ചക്ക കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പറിക്കും കേട്ടോ. പിന്നെ അങ്ങനെ അച്ഛൻ പോവുക കേട്ടോ. അച്ഛൻ പോകുമ്പോൾ ഷിറ്റുവിന് ഭയങ്കര സങ്കടമായി. കാരണം എന്താ വെച്ചാൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് വിഷുവൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ പൂജാമുറി ഒന്ന് ക്ലീൻ ആക്കണം. പൂജാമുറി ക്ലീൻ ആക്കിയിട്ട് കുറേ ആയി. അപ്പോൾ പൂജാമുറി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കരി പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി. എന്താ വെച്ചാൽ ഈ വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ പുക പോയിട്ടാന്ന് തോന്നുന്നു, മേലെ നല്ലോണം കരി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വിളക്കൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവച്ച് നന്നായിട്ട് കഴുകി അത് ഞാൻ പുളിയും പിന്നെ നമ്മുടെ ഇത് തന്നെ സബീനപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാട്ടോ വിളക്ക് കഴുകിയത്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ വിളക്കിന് നല്ല കളറ് വരുന്നുണ്ട്. അപ്പോൾ വിളക്കൊക്കെ നല്ലോണം കഴുകി ഉണക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ എന്നെ കഴുകാൻ വിടുന്ന ലക്ഷണമൊന്നുമില്ല. മുഴുവൻ സമയം ഈ വെള്ളം കോരിൻ്റെ തലയിലേക്ക് ഒഴിക്കും കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവനതൊന്നും മൈൻഡാക്കുന്നില്ല. വെള്ളം ഒഴിച്ചുകൊണ്ടല്ലോ ഉണ്ട്. എൻ്റെ തലയിലൊക്കെ 2-3 പ്രാവശ്യം വെള്ളം എടുത്തൊഴിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴാണ് നല്ലോണം ക്ലീൻ ആക്കേണ്ട ഇത് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ മുക്കും മൂലയൊക്കെ നല്ലോണം വൃത്തിയാക്കണമല്ലോ. അപ്പം എന്നു വെച്ചാൽ എപ്പോഴും ക്ലീനാക്കാലില്ല എന്നല്ല, ക്ലീനാക്കാലുണ്ട്. പക്ഷെ നമ്മൾ നല്ലോണം നമ്മുടെ ഈ തട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അടുക്കളയുടെ എല്ലാ വശങ്ങളും അതൊന്നും നമുക്ക് എപ്പോഴെപ്പോഴും നമ്മൾ ക്ലീൻ ആക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴാണല്ലോ അത് ഭയങ്കരത്തിലുള്ള ക്ലീനിങ്. അപ്പം ഗിരീഷേട്ടൻ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഒരു ലൂസ് ഹീറോ. ഓ, അമ്മ സീറോ, അച്ഛൻ ഹീറോ അല്ലേ? അമ്മ എന്തെന്ന്, അച്ഛൻ മാസും അമ്മ ലൂസും. അങ്ങനെ. പിന്നെ ഗിരീഷേട്ടൻ ഷേവ് ചെയ്യാൻ പോയി. പിന്നെ ആ സമയത്ത് എനിക്ക് ഫാൻസിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ പോയിട്ടാകുമ്പോൾ അമ്മ ഉണ്ണിയപ്പൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത്ര നല്ല ഉണ്ണിയപ്പൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനവിടെ പോയി നോക്കുമ്പോൾ ചക്ക ഒഴുങ്ങിയതും മാങ്ങച്ചാറുണ്ട്. അപ്പം അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൊണ്ട് എന്താക്കി തന്നാലും ഞാൻ കഴിക്കും. പൊതുവെ എനിക്കൊന്നും ഇഷ്ടമില്ലായിട്ടില്ല, എല്ലാം ഇഷ്ടം തന്നെയാണ് എനിക്ക്. അപ്പോൾ അവിടെ അച്ഛനെ ചുട്ട് വെച്ച ദോശ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ 2 എടുത്ത് തിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് മാങ്ങ അച്ചാറൊക്കെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ ഇപ്പോൾ പുറകെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.